മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ 2025 ഏപ്രിൽ 1 മുതൽ അറിയേണ്ട ഇൻഫർമേഷനുകളാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുമ്പേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. മാസത്തിന്റെ ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത്. ഏപ്രിൽ 1 തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഏപ്രിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുത്തനെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോട്ടലിലും ഹോസ്റ്റലിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില 41 രൂപയാണ് 1 തീയതി മുതൽ കുറച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പുതുക്കിയ വാണിജ്യ സിലിണ്ടറുകളുടെ വില ഇതോടെ 1762 രൂപയായി. ചെന്നൈയിൽ ഇത് 1920 രൂപയാണ്. കൊച്ചിയിൽ ഇത് 1750 നിരക്കിലാകും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുക. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും വിലക്കുറവ് ആശ്വാസകരമാകും. എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാമിന്റെ വിലയിൽ ഏപ്രിൽ മാസത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കുറച്ച് ദിവസങ്ങളിലായി ഗാർഹിക വിലയിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. കൊച്ചിയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിന് 810 രൂപയാണ് നൽകേണ്ടത്. അടുത്തത്, ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടികളാണ് എടുക്കുവാൻ പോകുന്നത്. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ച് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജൊന്നും ഈടാക്കുവാൻ പാടില്ല. ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതുള്ളൂ. ഗ്യാസ് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെയാണെങ്കിൽ 35 രൂപയും 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണെങ്കിൽ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ ആണെങ്കിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഗുണഭോക്താവിന് ബില്ല് നൽകണമെന്നുള്ള നിബന്ധനയുമുണ്ട്. ബില്ലില്ലാത്ത ഒരു തുകയും ഗുണഭോക്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ ഗ്യാസ് ഏജൻസികൾക്കെതിരെ പരാതി നൽകാവുന്നതാണ്. അതുപോലെ ചില ജീവനക്കാർ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തി മറ്റൊരു സിലിണ്ടറിലേക്ക് പകർത്തി കരിഞ്ചന്തയിൽ വിൽക്കുന്ന വാർത്തയും ഇടയ്ക്ക് വരാറുണ്ട്. വലിയ വില കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ സിലിണ്ടർ തൂക്കി നിൽക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട്. ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രോസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചട്ടം. നിയമപ്രകാരം ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് 29.5 കിലോ തൂക്കം ഉണ്ടാവണം. അതിൽ 14.2 കിലോഗ്രാം പാചകവാതകവും 15.2 കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും. തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കം നോക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകാവുന്നതാണ്. മറ്റൊരറിയിപ്പ്, പാചകവാതക കണക്ഷൻ നിലനിർത്തുന്നതിനും ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞൊരു വർഷത്തോളമായി ഗ്യാസ് ഏജൻസികൾ അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൗജന്യ കണക്ഷനും സിലിണ്ടറിന് സബ്സിഡിയുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സ്കീമിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് എങ്കിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷനുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് കണക്ഷൻ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായി കയ്യിൽ കരുതേണ്ടത്. വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം. ഗ്യാസ് കണക്ഷൻ എടുത്ത ഉപഭോക്താവ് നിലവിൽ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയോ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്കും ആക്കി മാറ്റണം. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഗ്യാസ് ഏജൻസിയിൽ റേഷൻ കാർഡ് കൂടി കൊണ്ടുവരണം. ഗ്യാസ് ഏജൻസിയിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം. അതിനുശേഷം ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് eKYC അപ്ഡേറ്റ് എന്ന സന്ദേശം ലഭിക്കും. ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസി കമ്പനി ഏതാണോ അതിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. ഇതിനായി ഇന്ത്യൻ, ഭാരത്, HP ഗ്യാസ് ഇതിലേതാണോ നിങ്ങളുടെ വിതരണ കമ്പനി അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ആധാർ ഫേസ് റെക്കഗ്നീഷൻ ആപ്ലിക്കേഷനും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. നിലവിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അധികം വരാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റാതെയാവുകയും ചെയ്യും. അതോടെ വലിയൊരു ശതമാനം ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ദിവസം ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് ചെന്നോ എങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലിരുന്നോ സൗജന്യമായ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.